Hi everyone, this is Yabin here from Evika. ഇന്നത്തെ ആപ്പിൾ ന്യൂസിൽ കുറച്ചധികം സന്തോഷമുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്, കുറച്ചധികം സങ്കടമുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. സോ ഇതേപോലുള്ള ആപ്പിൾ ന്യൂസ് നിങ്ങൾക്കറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ കിടിലൻ വാൾപേപ്പേഴ്സ് ഇതേപോലത്തെ കിടിലൻ വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. സോ ഇപ്പോൾ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യുക. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ ദിസ് ഇസ് യബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും അത് നമുക്ക് അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. iOS 27 ഡെവലപ്പർ ബീറ്റ 2 ഇപ്പോൾ റിലീസ് ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും ഡെവലപ്പർ ബീറ്റ ലഭിക്കുന്നുണ്ട്. ഇതിൽ സിറി കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ടുണ്ട്, ഡിവൈസിൻ്റെ പെർഫോമൻസ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്, ആൻഡ് കുറേയധികം പുതിയ പുതിയ ചേഞ്ചസും കൊണ്ടുവന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ സൗകര്യം പോലെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ കഴിഞ്ഞ ന്യൂസിലും പറഞ്ഞായിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ലൈവിൽ ഞാൻ പറഞ്ഞായിരുന്നു, iOS 26.5.2 എന്ന ഒഫീഷ്യൽ അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്യും എന്ന്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു അപ്ഡേഷൻ ഇപ്പോഴും റിലീസ് ചെയ്യാറില്ല. ഈ വരുന്ന വീക്കിലെങ്കിലും വരും എന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഫോളോ അപ്പ് വലുതായിട്ട് ചെയ്യാത്തത്. കാരണം 2 ആഴ്ച അത് റിലീസാവുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും റിലീസായിട്ടില്ല. ഇനി കുറച്ച് എന്താ പറയുക, പ്രൊഡക്റ്റുകളുടെ കാര്യം പറഞ്ഞിട്ട് സങ്കടമുള്ള കാര്യം പറയാം. ഏറ്റവും വലിയ കാര്യം, ആപ്പിളിൻ്റെ ഒരു വെയറബിൾ ഡിവൈസ് വരുന്നുണ്ട്. അതായത് ഐറിംഗ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ഓറ അതേപോലെ കുറേയധികം കമ്പനികൾ സ്മാർട്ട് റിങ് റിലീസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സ്മാർട്ട് റിങ് വെക്കുന്നുണ്ട്. സോ അതേ സെയിം പ്ലാറ്റ്ഫോമിലേക്ക് ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട് അവരുടെ പുതിയ പ്രൊഡക്റ്റ്, പുതിയ വെയറബിൾ പ്രൊഡക്റ്റായിട്ട് ഐറിംഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ സെയിം നെയിമിങ് സ്കീം ആവണമെന്നില്ല, എന്നാലും പുതിയൊരു റിങ് ആപ്പിൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, കൊണ്ടുവരും എന്നാണ് പറഞ്ഞേക്കുന്നത്. അതോടൊപ്പം തന്നെ ജോൺ ടേണേഴ്സിലെ നമ്മുടെ അടുത്ത CEO ആയിട്ട് വരാൻ പോകുന്ന വ്യക്തി, സെപ്റ്റംബർ 1 സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ പോകുന്ന പുള്ളിക്കാരൻ, അങ്ങനെ പറയുന്നത് പുള്ളിക്കാരൻ കയറി കഴിഞ്ഞാൽ ആപ്പിൾ ഏറ്റവും ആദ്യം റീഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ റീമാപ്പിംഗ് ചെയ്യാൻ പോകുന്നത് അവരുടെ സ്വന്തം ഡിസൈൻ ടീമായിരിക്കും. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ ഒരു ആസ്പെക്റ്റിനെ തിങ്ക് ചെയ്തപ്പോൾ മനസ്സിലാക്കിയത്, പുള്ളിക്കാരൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഇപ്പോഴുള്ള ആപ്പിൾ ഡിസൈൻ ടീമിൽ. അങ്ങനെ ആയിരുന്നെങ്കിൽ അത് മാറ്റാനുള്ള സാഹചര്യം വരില്ലല്ലോ. മനസ്സിലായോ? സ്റ്റീവ് ജോബ്സും ജോൺ ടേണേഴ്സും 3 CEO ആണ് ഇപ്പോൾ ഉള്ളൂ ആപ്പിളിന്. ഒന്ന് സ്റ്റീവ് ജോബ്സ്, 2 ടിം കുക്ക്, 3 ഇപ്പോൾ നമ്മുടെ ജോൺ ടേണേഴ്സ്. സ്റ്റീവ് ജോബ്സും ജോൺ ടേണേഴ്സും ആക്ച്വലി പ്രൊഡക്റ്റ് ഹെഡാണ്. അതായത് പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക, മാർക്കറ്റിൽ പുതിയ പുതിയ ഡിസൈൻസിൽ കൊണ്ടുവരിക, ആരും കൊണ്ടുവരാത്ത പല മോഡൽസും കൊണ്ടുവരിക എന്നാണ് ഇവരുടെ ചിന്താഗതി. പക്ഷേ ടിം കുക്ക് അങ്ങനല്ല, ഒരു ന്യൂട്രൽ ഗെയിമിംഗ് ആണ്. ആൾക്കാരുടെ അടുത്തേക്ക് മാക്സിമം ആപ്പിൾ പ്രൊഡക്ട്സ് എത്തിക്കുക, സർവീസ് എത്തിക്കുക, അതിൽ നല്ല രീതിക്കുള്ള സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുക എന്നാണ് ടിം കുക്കിൻ്റെ ലൈൻ. പക്ഷെ ബാക്കി 2 പേരും അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേയധികം പുതിയ പ്രൊഡക്റ്റുകളും പുതിയ എന്താ പറയുക ഡിസൈൻ കോൺസെപ്റ്റ്സുകളൊക്കെ വരാനുള്ള ചാൻസ് ഇനി വരുന്ന കാലഘട്ടത്തിലുണ്ടാവും. പക്ഷേ അവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് ഒളിഞ്ഞിരിക്കുന്നത്. ആപ്പിളും കൂടെ ഉണ്ടായിരുന്നുള്ളൂ ആ റേസിലേക്ക് കയറാൻ. AI റേസിലേക്ക്. അതും കൂടെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ എല്ലാ പ്രൊഡക്റ്റുകളുടെയും പ്രൈസ് കുത്തിനെ ഉയർത്തിയിട്ടുണ്ട്. കുത്തിനെ ഉയർത്തുക എന്ന് പറഞ്ഞാൽ 10,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ ഉണ്ടായ പ്രൊഡക്റ്റുകളൊക്കെ 26,000 രൂപയായിട്ട് പൊങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ എത്ര രൂപ കൂടിയിട്ടുണ്ടെന്ന്. വൺ കോമഡി എന്ന് പറഞ്ഞാൽ ആപ്പിൾ TVക്ക് 15,000 ആണെന്നുണ്ടായത്, അത് 26,000 ആയിട്ട് കൂടി. ഐപാഡ് ബേസ് വേരിയൻറ്റിൻ്റെ വില കൂടി, മാക്ബുക്ക് M5 എയറിൻ്റെ വില കൂടി, മാക് മിനിയുടെ വില കൂടി, മാക് സ്റ്റുഡിയോയുടെ വില നോക്കാതിരിക്കുകയാണ് ഭേദം. മുട്ടൻ വില കൂടുതലാണ്. സ്കൈ റോക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വാണം വിട്ടോലെ കയറിയിട്ടുണ്ട്, നല്ല രീതിക്ക് കൂടി. ഇതിൽ പറയുന്നത് 2 റീസൺസ് ആണ്. ഒന്ന്, നമ്മുടെ ഡിവൈസിന് AI ഡ്രിവൺ ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഡിവൈസുകളും. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വർക്ക് ചെയ്യണമെങ്കിൽ ഒരു സെപ്പറേറ്റ് കോമ്പോണൻറ്റ് ചിപ്സൊക്കെ വേണം. പണ്ടത്തെ പോലെ റാമും റോമും ക്യാഷൊക്കെ മാത്രമല്ല ഇപ്പോൾ ഡിവൈസുകൾ റൺ ചെയ്യുന്നത്. അതിന് AI വർക്ക് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സെപ്പറേറ്റ് ചിപ്പ് ഉണ്ട്. അതിന് സെമി കണ്ടക്ടേഴ്സ് വേണം, റാം വേണം, അത് വർക്ക് ചെയ്യാൻ സ്റ്റോറേജ് വേണം, അങ്ങനെ കുറേ ആസ്പെക്റ്റ് ഉണ്ട്. സോ ഇതിനെല്ലാം ഷോർട്ടേജ് വന്നു തുടങ്ങി. റാമിനും സ്റ്റോറേജിനും ഷോർട്ടേജ് ഉള്ള കൊണ്ട് ഈ പറഞ്ഞ ഡിവൈസുകൾക്ക് പ്രൈസ് കൂടി.
രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം, രണ്ട് സിനാരിയോസ് ഞാൻ പറയാം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയില്ലേ ഡയമണ്ടിന് വില, എന്താ ഡയമണ്ടിന് വില കൂടാൻ കാരണം? ഡയമണ്ട് കുറച്ചേ ഉള്ളൂ എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ കുഴിച്ച് നോക്കുന്നില്ലല്ലോ. ഡയമണ്ട് ഉണ്ടെങ്കിലും അവരുടെ എന്താ പറയുക മാനുഫാക്ചറേഴ്സ് അല്ലെങ്കിൽ അവരുടെ സെല്ലേഴ്സ് പറയുന്നത് ഇത് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഡിമാൻഡ് കൂടുതലാണ് എന്നുള്ള കോൺസെപ്റ്റ് എനിക്ക് ചിലപ്പോൾ റാമും ബാക്കി സ്റ്റോറേജൊക്കെ ഉണ്ടാകും. ഈ ഒരു സിനാരിയോ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും അവർ. ഞാൻ പറഞ്ഞ മനസ്സിലാവും. ഇപ്പോൾ സാൻഡിസ്കിൻ്റെ ഒരു SSD ഞാൻ നോക്കുമ്പോൾ 12,000 രൂപ ഉണ്ടായ SSD 26,000 രൂപയായിട്ട് ഉയർന്നു. ആ പ്രൈസ് ഹൈക്കാണ് ഞാൻ പറയുന്നത്. ഞാൻ പിന്നെ വാങ്ങിക്കാമെന്നത് വെച്ചിട്ട് എനിക്കിപ്പോൾ വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഓരോ കമ്പനികളും ഇവരെല്ലാവരും പ്രോഫിറ്റല്ലേ നോക്കുന്നത്. സോ എനിക്ക് തോന്നുന്നത് ഇത് ഉണ്ട്, ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഇത് ലോകത്ത് തന്നെ കുറവേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് ഷോർട്ടേജ് ആണ് എന്ന് പറഞ്ഞ് വരുത്തിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടിയോ പ്രൈസ് കൂട്ടാൻ പറ്റും. അത് ഒരു സ്ട്രാറ്റജിയാണ്. രണ്ടാമത്തത് AI പുഷ് ചെയ്യാൻ വേണ്ടിയും AIയുടെ കുറേ രീതിക്കുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുമായിട്ടും ഇവർ ഇത് മാറ്റിയെടുക്കും, മാനിപ്പുലേറ്റ് ചെയ്യും. ആൾക്കാർക്ക് AI ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തരത്തിലേക്ക് എത്തിക്കും. ഇപ്പോൾ റീൽസ് തന്നെ അങ്ങനെയാണ് എക്സാമ്പിളായിട്ട്. സ്ക്രീൻ ടൈം ഇപ്പോൾ എല്ലാവർക്കും കൂടുതലാണ്, അതുകൊണ്ട് നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു. ഇപ്പം ഈ വീഡിയോ തന്നെ എത്ര പേര് മൊത്തം ഇരുന്ന് കാണാറുണ്ട്? എൻ്റെ വീഡിയോ മാത്രമല്ല, ഞാൻ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലുള്ള പല ആൾക്കാർ സംസാരിക്കുമ്പോൾ അവരെല്ലാവരും പറയുന്നത് തന്നെയാണ്, ആർക്കും അറ്റൻഷൻ സ്പാനില്ല, ഇൻക്ലൂഡിങ് മീ. 1 മിനിറ്റിൻ്റെ വീഡിയോ തന്നെ ഇപ്പോൾ 2x കാണാറുണ്ട് ആൾക്കാർ. ആ ഓപ്ഷൻ കൊണ്ടുവന്നപ്പോൾ ആൾക്കാർ 1 മിനിറ്റ് പോകുമല്ലോ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് പോയി. ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ ബോറടിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട് പിള്ളേർ. കാരണം എന്താ പറയുമോ, ഈ റീൽസ് കണ്ട് 59 സെക്കൻഡുള്ള സാധനം തന്നെ 2x കണ്ട് 1 മിനിറ്റ് 25-30 സെക്കൻഡായിട്ട് ഷോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതായിട്ട് റീവയർ ആയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്ക് അറ്റൻഷൻ സ്പാൻ ഇല്ല, മനസ്സിലായി? അതേപോലെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. AI ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുമ്പോൾ നമ്മളിത് വാങ്ങിച്ചു പോകും. അല്ലെങ്കിൽ മൊത്തം ജനങ്ങൾ, ലോകത്തുള്ള മൊത്തം ജനങ്ങളും ഞാൻ ഇനി ഫോൺ വാങ്ങിക്കില്ല, ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് കുറയും. അൺലെസ് ഓർ അൺടിൽ ഈ പറയുന്ന മാനുഫാക്ചറേഴ്സ് പറയുന്ന റേറ്റിൽ നമ്മൾ ഡിവൈസ് വാങ്ങിക്കുന്നുള്ള വരെ, അല്ലെങ്കിൽ നമ്മൾ എത്ര നാളത് വാങ്ങിക്കുന്നുണ്ടോ അത്ര നാൾ ഈ ഒരു ഡിമാൻഡ് പറയും. കാരണം അതാണ് ബിസിനസ്. ഞാൻ പറഞ്ഞു മനസ്സിലാവും. ഇനി വരാൻ പോകുന്ന ഐഫോൺ സീരീസിൻ്റെ ഒക്കെ വില മുട്ടാൻ വരെയായിരിക്കും. ഒന്നാമത് പ്രോ സീരീസും ഫോൾഡ് സീരീസുമാണ് വരുന്നത്. ഈ 2 ഡിവൈസും നല്ല രീതിക്ക് വില കൂടും. ആപ്പിൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു പ്രൈസ് ഹൈക്കിൽ വരാനത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കമ്പനി വാങ്ങിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കമ്പനിയായിട്ട് ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റ് വെക്കും, 2027 വരെ ഈ ഒരു പ്രൈസിൽ നമ്മൾ തരും. കാരണം ഇവർ നമ്മൾ വാങ്ങുന്ന പോലെ ഒരു ഡ്രസ്സോ 2 ഡ്രസ്സോ അല്ല, ബൾക്കായിട്ടാണ് അടിക്കുന്നത്. സെമി കണ്ടക്ടേഴ്സ് ആയാലും പ്രൊസസ്സേഴ്സ് ആയാലും റാം ആയാലും സ്റ്റോറേജ് ആയാലും ഇതെല്ലാം ഇത്ര കൊല്ലത്തേക്ക് ഇത്ര രൂപ, ഇത്ര ക്വാണ്ടിറ്റി, അങ്ങനെയാണ്. ആ ഒരു കോൺട്രാക്റ്റിലുണ്ടാവും ആപ്പിളും. അപ്പോൾ മേ ബി ഇപ്പോൾ 2026 ആയപ്പോഴത്തേക്കും കഴിഞ്ഞിട്ടുണ്ടാവും. TSMC ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചിപ്സെറ്റ്. അതേപോലെ ഡിസ്പ്ലേ സാംസങ് ആണ് കൊടുക്കുന്നത്. ഇതെല്ലാം കോൺട്രാക്ട് ബേസ്ഡ് ആണ്. അല്ലാതെ കഴിഞ്ഞ 2-3 കൊല്ലങ്ങൾ നിങ്ങൾ ഐഫോൺ നോക്കിയാൽ മനസ്സിലാവും, എല്ലാം സെയിം റേറ്റിലാണ് ഡിവൈസുകൾ കൊടുത്തത്. പെട്ടെന്നൊരു ഓവർ നൈറ്റിലാണ് ആപ്പിൾ പറയുന്നത് നമ്മുടെ ഡിവൈസുകളുടെ പ്രൈസ് കൂട്ടി. അല്ലാതെ സെപ്റ്റംബറിൽ മുതൽ നമ്മൾ ഡിവൈസിൻ്റെ പ്രൈസ് കൂട്ടുമെന്നല്ല പറഞ്ഞത്. ഓവർ നൈറ്റ് ഒരു ദിവസം രാത്രി കിടന്നുറങ്ങി എണീക്കുമ്പോഴത്തേക്കും പ്രൈസ് മാറി. ഇനി ഞാൻ ഇപ്പോൾ പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാണെങ്കിൽ ദൈവത്തോട് ഇപ്പോൾ തന്നെ പോയി വാങ്ങിക്കും. MRP പ്രൈസ് ചേട്ടാ, MRP പ്രൈസ് എത്രയാണ്? 17,000 രൂപ. ആപ്പിൾ TV ഡിം വാങ്ങിക്കാൻ പറ്റുന്ന ആൾക്കാരൊക്കെ പോയി വാങ്ങിച്ചോ. അല്ലാതെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, നല്ല രീതിക്ക് പ്രൈസ് കൂടുന്നുണ്ട്. സോ വാങ്ങിക്കാനുള്ള ആൾക്കാർ വാങ്ങിക്കുക. ഇതിൻ്റെ പ്രൈസ് ഇപ്പോഴൊന്നും കുറയാൻ പോകുന്നില്ല. ആപ്പിൾ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട് ഞങ്ങളിത് മാക്സിമം പ്രൈസ് കൺസ്യൂമേഴ്സിന് എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കുറയ്ക്കാൻ ശ്രമിക്കുമെന്ന്. ഉറപ്പല്ല, ശ്രമിക്കും. ശ്രമിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ചിപ്സെറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ M6 സീരീസിൻ്റെ പുതിയ ചിപ്സെറ്റ് വരുന്നുണ്ട്. M6 സീരീസിൽ നമുക്ക് M6 Pro, M6 Ultra അല്ലെങ്കിൽ M6 Max എന്നുള്ള ചിപ്സെറ്റ് കാണാൻ പറ്റില്ല. നമുക്കറിയാം ഇപ്പോൾ M4, M5, M5 Pro, M5 Ultra, M5 Max എന്നൊക്കെ പറഞ്ഞാൽ കുറേ ചിപ്സെറ്റൊക്കെ ആപ്പിൾ റിലീസ് ചെയ്യാറുണ്ടല്ലോ. അങ്ങനെ നമുക്ക് ഈ കൊല്ലം വരാൻ പോകുന്ന M6 സീരീസിൽ കാണില്ല. പക്ഷേ M6 സീരീസിൻ്റെ ബേസ് ചിപ്സെറ്റ് വെച്ചായിരിക്കും
പ്രോ സീരീസ് ആപ്പിൾ റിലീസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പ്രോ സീരീസിൽ വരുന്നതാണ് മാക്ബുക്ക് അൾട്ര. ടച്ച് സ്ക്രീനൊക്കെ ഉള്ള മാക്ബുക്ക് അൾട്ര അത് ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. അടുത്ത വട്ടം വരാൻ പോകുന്ന 2027 വരാൻ പോകുന്ന M7 സീരീസിൽ ഈ പറയുന്ന മാക്സ്, അൾട്ര, പ്രോ എന്നീ പറഞ്ഞ ചിപ്സെറ്റുകൾ കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ M6 സീരീസിൽ വരുന്ന ചിപ്സെറ്റ് 2 നാനോമീറ്ററിലാണ് വരുന്നത്. മാക്ബുക്ക് ഹിസ്റ്ററിയിൽ തന്നെ 2 നാനോമീറ്റർ ചിപ്സെറ്റ് വരുന്ന ആദ്യത്തെ പ്രോസസ്സറും M6 ആയിരിക്കും. ഇതെല്ലാം ഇപ്പോൾ ഇനി നടക്കാൻ പോകുന്ന സിനാരിയോസിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇതേപോലെ തന്നെ വന്നതിന് സന്തോഷം. അതായത് പ്രൈസ് കുറഞ്ഞ സന്തോഷം, M6ൻ്റെ പുതിയ ഡിവൈസ് വന്ന സന്തോഷം, ആപ്പിളിലെ പുതിയ ഡിവൈസുകൾ നമുക്ക് വരാൻ പോകുന്നത് ഹോം പാഡ്, പുതിയ ഐഫോൺ സീരീസ്, ഫോൾഡ് സീരീസ് ഇതൊക്കെയാണ് വരാൻ പോകുന്നത്. ഇനി 2-3 മാസങ്ങളുള്ളൂ സെപ്റ്റംബർ ആവാൻ. അപ്പോൾ തന്നെ നമുക്ക് ഈ ഡിവൈസുകൾ കാണാനും അതേപോലെ ഹാൻഡ്സ് ഓൺ ചെയ്യാനും സാധിക്കും. അതോടൊപ്പം വേറൊരു കാര്യം, നമ്മൾ എല്ലാ സൺഡേയും പറ്റുന്ന എല്ലാ സൺഡേയും ലൈവ് പോകുന്നുണ്ട്. ഈ ഒരു സൺഡേ നമ്മൾ 4 മണിക്ക് ലൈവ് പോകുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ലൈവ് പോകുമ്പോൾ നിങ്ങൾക്ക് Q&A സെഷൻസും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ലൈവായിട്ട് എൻ്റെ ഡൗട്ട് ചോദിക്കുമ്പോൾ എനിക്ക് ക്ലിയർ തരാൻ പറ്റും. അതിനാണ് നമ്മൾ ഈ പറഞ്ഞ ലൈവ് സെഷൻസ് പ്ലാൻ ചെയ്യുന്നത്. സോ എല്ലാ ഞായറാഴ്ചയും നമ്മളുടെ ഒരു ആപ്പിൾ ന്യൂസ് വിത്ത് എബി മാത്രമല്ലാതെ ഒരു ലൈവ് സെഷൻസും കൂടെ ഉണ്ടാവും. നിങ്ങളത് കയറുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട്സ് അവിടെ ചോദിക്കുക. ഇന്ന് ഈ ആപ്പിൾ ന്യൂസിൽ നിങ്ങൾക്ക് കുറച്ചധികം കാര്യങ്ങൾ അറിയാൻ പറ്റി, മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തെടുക്കുക. നിങ്ങളുടെ അഭിപ്രായം തൊട്ടത് കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ അടിപൊളി വീഡിയോസ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ആണെങ്കിൽ അടിപൊളി വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഈസ് എവിൻ സേവ്യ സൈനിങ് ഫ്രം എവിക.